പെപ്പർ എടുത്തിട്ട് വെള്ളത്തിലിട്ട് നോക്കിയിട്ടുണ്ടോ? എന്നാൽ ഒന്ന് ഇട്ട് നോക്കൂ കേട്ടോ. നമ്മുടെ വീട്ടിലെ പെപ്പറൊക്കെ നല്ലതാണോ എന്ന് നമുക്കറിയാനായിട്ട് നമ്മൾ പെപ്പർ ഒന്ന് വെള്ളത്തിലിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മുടെ പെപ്പറൊക്കെ നമുക്ക് വെള്ളത്തിലൊന്ന് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിക്കുന്ന പെപ്പറിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അത് പെപ്പർ ഉണങ്ങിയിട്ട് നല്ല ഇതിലായിരിക്കും കിട്ടുന്നത്. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പെപ്പർ നല്ലതാണോ എന്നറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ പെപ്പറിൽ എന്താണ് വരുന്നതെന്നല്ല ആയിരിക്കും അല്ലേ ചിന്തിക്കുന്നത്. നമ്മുടെ പപ്പായ ഇല്ലേ, പപ്പായയുടെ കുരുവായിരിക്കും ഉണക്കിയിട്ട് അധികവും വാങ്ങിക്കുന്ന പെപ്പറിൽ ഇട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന പെപ്പറൊക്കെ നമുക്കിപ്പോൾ കുരുമുളകൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് ചെറുതായിട്ട് ഒന്നിങ്ങനെ വെള്ളത്തിലൊന്ന് ഇട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും മുകളിൽ പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ പപ്പായയുടെ കുരുവാണ്. പപ്പായ അറിയാലോ, പപ്പിത്ത നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന പപ്പായയുടെ കുരു ഉണക്കിയിട്ട് എടുക്കുന്നതാണ്. അതല്ല നമ്മൾ ഇത് താഴെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒറിജിനൽ കുരുമുളക് തന്നെയാണ് അത് എന്നുള്ളത് കാര്യം. ഇതുണ്ടോ, ഇതിപ്പോൾ എത്ര ആക്കിയാലും തന്നെ ഇതിതാ പൊങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പം ഇതാ ചപ്പ് പോലെ ആയിട്ടുണ്ട്. ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ശരിക്കുമുള്ള കുരുമുളകിൽ അല്ല ഇതിനകത്ത് കൂടുതലുള്ളത് നമ്മുടെ ഈ ഒരു എന്താ പറയുക പപ്പായയുടെ കുരു ഉണക്കിയിട്ട് ഇതിനകത്ത് ഇടുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ ഇപ്പോൾ പപ്പായയുടെ കുരു എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കിയാൽ മതിയല്ലോ, പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ പെപ്പർ എന്നൊന്ന് നോക്കാൻ പറ്റും കേട്ടോ. അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ വേറെ വേറെ ആക്കിയിട്ട് ഇല്ലികളാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദിവസം അത് കേടാവാതെ ഇരിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ തൊലി കളഞ്ഞിട്ടില്ലെങ്കിൽ കൂടി. ഇനി അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളുടെ വെളുത്തുള്ളിയൊക്കെ നമുക്ക് തൊലി കളയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ടിപ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് തന്നെ ഇപ്പോൾ ഓർമ്മയില്ല എത്ര വെളുത്തുള്ളിയുടെ ടിപ്സ് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡ് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ്ടോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ രണ്ട് സൈഡ് പിടിച്ച് പെട്ടെന്ന് അമർത്തുമ്പോൾ ഇതാണ്ടോ പെട്ടെന്ന് അങ്ങ് ആ തൊലി ഇങ്ങ് മാറി കിട്ടും. ഇതിതാ ജസ്റ്റ് നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഇതാ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. നമ്മുടെ കൈ കൊണ്ട് രണ്ട് സൈഡും ഒന്ന് അമർത്തി കൊടുത്താൽ മതി. കണ്ടോ, ഇതാ ഈ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ അമങ്ങി കിട്ടും. രണ്ട് സൈഡും പിന്നെ രണ്ട് സൈഡ് ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മളൊന്നും എടുക്കേണ്ട വലിയ പണിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കൈ വേദനിക്കില്ല. അതേപോലെ തന്നെ നമുക്ക് കത്തി എടുക്കുക കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ദാ ഇങ്ങനെ തൊലിച്ച് കിട്ടാനും പറ്റും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മുടിയിലിടുന്ന ഇങ്ങനത്തെ ക്ലിപ്പൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇതിലിവിടെ ഇങ്ങനെ ഒരു അയണിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ. അപ്പോൾ ഇതിങ്ങനെ ഇപ്പോൾ ചില സമയത്ത് അത് തുരുമ്പ് പിടിച്ചു. അപ്പോൾ അതിന് തുരുമ്പ് പിടിക്കാതെ ഇരിക്കാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നെയിൽ പോളിഷ് എടുത്തിട്ട് അതേ കളർ ഉണ്ടെങ്കിൽ അതേ കളർ അടിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് അടിച്ചാൽ ഏറ്റവും വൃത്തിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണില്ല. ആ ഒരു നെയിൽ പോളിഷ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ തുരുമ്പ് പിടിച്ചു പോവില്ല കേട്ടോ. അങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. അപ്പോൾ ഇത് ചെറിയൊരു കാര്യമാണ്, പക്ഷേ എങ്കിലും നമ്മളുടെ വീട്ടിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇത് കണ്ടോ, ചെറിയൊരു സ്ക്രൂ മാതിരിയാണ്. അപ്പോൾ ഇത് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ അത് ഇടാനായിട്ടൊരു ഇതില്ല അല്ലേ, ക്ലിപ്പൊക്കെ നമ്മൾ മുടിയിലിടുന്ന ക്ലിപ്പിൽ. അപ്പോൾ അത് തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ പർപ്പിൾ കളർ അടിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ നമ്മൾ മുട്ടയൊക്കെ നമ്മളിങ്ങനെ ബോയിൽ ചെയ്യാൻ വെക്കുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ മുകളിൽ തന്നെ നമ്മളൊരു സ്റ്റെയിനറൊക്കെ ഇല്ലേ, അപ്പോൾ ഈ ഒരു സ്റ്റെയിനർ കൂടി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ പഴം കൂടെയൊക്കെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ രണ്ടും ഒരേ സമയത്ത് തന്നെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വെറും ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചാവും കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് പൊട്ടറ്റോ വേണേലും കടല വേണേലും ഒക്കെ താഴെ അത് വെക്കാം, മുകളിൽ നമ്മൾ ഇതേപോലെ സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത് നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ബ്രെഡൊക്കെ ബ്രെഡ് എടുത്തിട്ട് ഇതിനെ നമ്മളിങ്ങനെ എടുത്ത് വെക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ഇതിൽ റബ്ബർ ബാൻഡ് ചുറ്റി വെക്കായിരിക്കും, അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ ഇതാ ഒരുപാട് വലിപ്പമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് നമ്മൾ ഒന്നായിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ മുകൾ ഭാഗം.
അതിനുശേഷം നമ്മൾ ഇതേപോലെ നമ്മൾ നടുവിലൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നടുവിലൊന്ന് കട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് സൈഡും ഇതേപോലെ ഇങ്ങനെ ഒന്നിങ്ങനെ കെട്ടി വെച്ചാൽ മതി കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഒന്നും കൂടി വേണമെങ്കിൽ കെട്ടിവെക്കാം കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ബ്രെഡ് എന്ന് മാത്രമല്ല, നമുക്ക് എന്ത് കാര്യങ്ങളാണെങ്കിലും ഇതേപോലെ നമ്മൾ ചെയ്തു വെച്ചാൽ മതി കേട്ടോ. എന്തൊരു പാക്കിൽ തന്നെ നമുക്ക് വെക്കണം എന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ മസാലാസോ അല്ലെങ്കിൽ പരിപ്പോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നടുവിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ എടുക്കേണ്ടേ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ എന്തെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ കാണണം, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഫോൺ വെക്കാനായിട്ട് നമുക്കൊരു സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നർ ഉണ്ടാവില്ലേ, ആ ഒരു കണ്ടെയ്നർ നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഫോൺ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാണണമെങ്കിലോ കേൾക്കണമെങ്കിലോ നിങ്ങൾ സംസാരിക്കുവാണ് ഫോണിലെങ്കിൽ അതും നമുക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ. എവിടെയും വീണ് പോവുമെന്നോ ഒന്നും പേടിക്കാനില്ല. കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് വിട്ടിട്ടൊന്ന് സ്റ്റൗവിൻ്റെ തൊട്ടടുത്ത് നിന്ന് കുറച്ചൊന്ന് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് പണി ചെയ്യാനും പറ്റും കേട്ടോ. അതേപോലെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെയൊക്കെ ചാർജറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകും വൃത്തിയായിട്ട് നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ, അതല്ല വീട്ടിലിപ്പോൾ കുറേ എണ്ണം ഉണ്ടെങ്കിലും നമുക്കത് വൃത്തിയായിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ചുറ്റിച്ച് എല്ലാം കൂടെ എടുത്തതിന് ശേഷം നമ്മൾ മുടിയിലിടുന്ന ഒരു ക്ലിപ്പില്ലേ, ആ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഇതിലിങ്ങനെ ഇട്ട് വെച്ചാൽ മതി. എല്ലാം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. നല്ല വൃത്തിയായിട്ട് തന്നെ അതിരിക്കും. ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ക്യാരി ചെയ്യാൻ എളുപ്പമാണ്. എവിടെയെങ്കിലും ഇതിങ്ങനെ കെട്ടുപണഞ്ഞൊന്നും ഇരിക്കില്ല. അതേപോലെ നമ്മുടെ വീട്ടിൽ കുറേ എണ്ണ ഉണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ തേങ്ങയൊക്കെ അരയ്ക്കുന്ന ആ ഒരു സമയത്ത്, അതായത് തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങ കുറവേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നമുക്കൊന്നുമില്ലെങ്കിൽ അരി കുതിർത്തിട്ട് ഇതിനകത്തിട്ട് വെക്കാം, പച്ചരി. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു സ്പൂണ് അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ അരച്ചിട്ട് നമ്മൾ അപ്പോൾ പാലെടുത്ത് നോക്കൂ, നല്ല രീതിയിൽ തന്നെ ആ ഒരു തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും. പിന്നെ ഒരുപാട് അരയ്ക്കണ്ട, കാരണം തേങ്ങയേക്കാൾ കൂടുതൽ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇങ്ങനെ അരച്ചിട്ട് നമ്മളൊന്ന് തേങ്ങാപ്പാൽ എടുത്ത് നോക്കൂ, നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലും കിട്ടും. നമ്മൾ തേങ്ങ കുറവാണെങ്കിൽ നമുക്ക് ആ ഒരു വേണ്ടത്ര നമുക്ക് ഉണ്ടായിരിക്കില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലെയുള്ള കുട്ടി കുട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കണു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.